ഒരുപാടധികം കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു നാടൻ കഥാപാത്രം ആദ്യമായിട്ടാണ് തോന്നുന്നു അല്ലേ ചെയ്യുന്നത്. ഒരു ശാലീന സൗന്ദര്യത്തോടുകൂടി നമ്മുടെ മലയാളത്തിൽ എത്തിയിരിക്കുകയാണ് സുനീത. പ്ലീസ്. സ്റ്റണ്ട് ചെയ്യുന്ന നീതയെ കണ്ടിട്ടുണ്ട്, പോലീസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്, ഹാഫ് സാരി കൊടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു അല്ലേ? ഞാനും ആദ്യമായിട്ടാണ്. ഗുഡ് ഈവനിങ് ട്രിവാൻഡ്രം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന് നിന്നത് പാപ്പന് വേണ്ടിയിട്ടാണ്, സുജിത് ചേട്ടൻ പറഞ്ഞ പോലെ. അപ്പോൾ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ഓൾ ഹിയർ അഗൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികമാരുണ്ട്. അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ട്, ചിലവർ വന്നിട്ടില്ല. വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത, ഷീ കുഡന്റ് മേക്ക് ഇറ്റ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ജോയിൻ്റ് എഫേർട്ടാണ്. പക്ഷേ ദിലീപ് ചേട്ടൻ്റെ പാർട്ട്ണറായിട്ട് പെയറായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ. ആക്ച്വലി ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതൊരു റിക്വസ്റ്റ് ആണ്. നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഒരു പാട്ട് പാടും. ഈ സിനിമയിൽ തന്നെ നമ്മളിപ്പോൾ കണ്ട പാട്ടുണ്ടല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. സോ അത് തന്നെ പാടാൻ പറ്റിയാൽ ഞങ്ങൾക്ക് സന്തോഷം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. പക്ഷെ അത് ഞാൻ പാടി കൊളവാക്കണം. ഓക്കെ, ഞാൻ 4 ലൈൻസ്. ഇത് ചിലപ്പോൾ എൻ്റെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. തെറ്റിയാൽ പ്ലീസ് ഫർഗിവ് മൈ ഫ്ലോസ്. കാതിലീരൻ പാട്ടുമൂളം കാറ്റെന്ന പോൽ മല്ലേ കോടമഞ്ഞിൽ കോരി എന്നെ തേടുന്ന പൂവല്ലേ അനുരാഗമല്ലേ അതിൽ നോകില്ലേ അഴകലിയുമാക്കി നാവിൽ കാത്തിരിക്കില്ലേ. താങ്ക് യു സോ മച്ച്. എല്ലാവിധ ആശംസകളും. സോ ഞങ്ങൾ മാർച്ച് 7-ാം തീയതി സേവ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇനി ശേഷം ഭാഗം സ്ക്രീനിൽ. എല്ലാവരും പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. പാപ്പൻ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടപോലെ ഇതും തിയേറ്ററിൽ തന്നെ പോയി കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ആളാണ് നമ്മൾ ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ മൂവി സെറ്റിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം ട്രിവാൻഡ്രം. ഒരുപാട് സന്തോഷത്തോടെ അഭിമാനത്തോടെ നിൽക്കുന്ന ഒരു നിമിഷമാണ്. കാരണം ഞാനും ഒരു ട്രിവാൻഡ്രംകാരിയാണ്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് ട്രിവാൻഡ്രം. എനിക്ക് സത്യം പറഞ്ഞു ഭയങ്കര ടെൻഷനുണ്ട്. കാരണം എൻ്റെ നാട്ടുകാരുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു മൂവി പ്രൊമോഷനായിട്ട് വന്നത്. എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ട്രിവാൻഡ്രത്ത് വരാമെന്ന്. ഫൈനലി നടന്നിരിക്കുകയാണ്. അതെ അതെ, ശരിക്കും എന്നെ മൂവിലോട്ട് കാസ്റ്റ് ചെയ്ത രതീഷ് സാറിനും അതുപോലെ നമ്മുടെ ദിലീപേട്ടനും റാഫി സാറിനും സുജിത് സാറിനും എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയണു. ഇപ്പോൾ ചോദിച്ചില്ലായിരുന്നോ ദിലീപേട്ടൻ എങ്ങനെ ഫണ്ണിയാണോ എന്ന്. ശരിക്കും ഞാൻ ഈ ലൊക്കേഷനിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഞാൻ ജോയിൻ ചെയ്യണത്. അതുമാത്രമല്ല നമ്മുടെ രതീഷേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്ന സമയത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ടെൻഷൻ അടിച്ചിരുന്ന് എന്നെയും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർട്ടിസ്റ്റിനെയൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദിലീപേട്ട താങ്ക് യു സോ മച്ച്. സത്യമായിട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തങ്കമണി ലൊക്കേഷൻ. അതുപോലെ തന്നെ രതീഷേട്ട ഒരുപാട് താങ്ക്സ്. രതീഷേട്ടന് ഇതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവരും. സുജിത് സാറായിക്കോട്ടെ, റഫി സാറായിട്ട് എല്ലാവരും. അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ ടീമായിരുന്നാലും എന്താ പറയുക ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എപ്പോഴും അമ്മയുടെ അച്ഛനോട് പറയാറുണ്ട്, അമ്മ എന്താ പറയുക തങ്കമണി മൂവി പാക്കപ്പായപ്പോൾ മാത്രം എനിക്ക് ഭയങ്കര വിഷമമായത്. സോ നമ്മുടെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരും മാർച്ച് 7-ാം തീയതി തങ്കമണി കാണുക. കാണില്ലേ ട്രിവാൻഡ്രം? ഉറപ്പായിട്ടും കണ്ടിരിക്കും. ഈ ഒരു ചിത്രത്തിലെ ക്യാരക്ടറിനെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറയാമോ? ചെറുതായിട്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. പറയാൻ പാടില്ല എന്ന് അവിടെ നിങ്ങളെ കാണിച്ചു. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. സ്മിനു മാം, പടപടാ സംസാരിക്കുന്ന സ്മിനു മാമിനെയാണ് നമ്മൾ എല്ലാ സിനിമയിലും കാണുന്നത്. തങ്കമണിയിൽ എങ്ങനെയാണ്? ഇത്രയും പേര് ഒന്നിച്ച് കണ്ടിട്ട് ഒന്നും പറയാൻ തോന്നില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താണേലും ദിലീപേട്ടനെ അവിടെ നിങ്ങോട്ട് നിങ്ങൾ ആനയിച്ചുകൊണ്ട് വന്നത് കണ്ടപ്പോൾ തന്നെ വിശ്വാസമായി തങ്കമണി എത്രത്തോളം ഹിറ്റാവുമെന്ന്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ്റേതായിട്ട്. ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം.
പക്ഷേ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളതും തിരുവനന്തപുരം. Wow, guys! Super! എൻ്റെ ദിലീപേട്ടൻ്റെ കൂടെയുള്ള രണ്ടാമത്തെ മൂവിയാണ് തങ്കമണി. അവിടെ ചോദിച്ച പോലെ ദിലീപേട്ടൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനും പറയുകയാണ്, എനിക്കൊരു നല്ല സഹോദരൻ്റെ സ്നേഹവും ബഹുമാനവും എന്നും ദിലീപേട്ടൻ കരുതുന്നു. ആ ഒരു ദിലീപേട്ട താങ്ക് യു. രതീഷ്, ഈ ഒരു സിനിമയിൽ എനിക്ക് അവസരം തന്നതിന് ഒരുപാട് നന്ദി. എല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് കൊടുത്ത ദിലീപേട്ടന് കൊടുത്ത സ്നേഹം തങ്കമണി റിലീസിൻ്റെ അന്നും എന്നും എല്ലാ സിനിമയ്ക്കും ദിലീപേട്ടൻ്റെ ഒപ്പം നിങ്ങളുണ്ടാവണം, ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. തങ്കമണി മാർച്ച് 7 കാണാൻ എല്ലാവരും ഉണ്ടാവണം. വൻ വിജയമാക്കണം. Thank you so much. Thank you so much. ആക്ച്വലി രമ്യ ഒന്ന് സ്റ്റേജിൽ നിൽക്കുക. ഒരു എന്താണ് ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. ഞങ്ങളൊരു പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. രമ്യ ഡാൻസ് ചെയ്തേ പറ്റൂ. Yes,